നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 825th day. Today 47th sloka of Pradhama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 825 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 47ാമത്തെ ശ്ലോകം. വ്യാസാദൈരീശ്വരേഹാജ്ഞേ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോപീതിഹാസേർനാബുദ്ധിത സുചാർപ്പിത. ഓം തത്സത്. വ്യാസാദൈരീശ്വരേഹാജ്ഞേ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോപീതിഹാസേർനാബുദ്ധിത സുചാർപ്പിത. ഓം തത്സത്. വ്യാസ പദം പിരിക്കേണ്ടത് വ്യാസാദി ഈശ്വരേ ആജ്ഞേ ഈശ്വരേഹാജ്ഞേ കൃഷ്ണേന അത്ഭുതകർമ്മണ പ്രബോധിത അഭി ഇതിഹാസേ ന അബുദ്ധ്യത സുചാർപ്പിത. അങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഈശ്വരേഹാജ്ഞേ ഈശ്വരൻ്റെ അഭിപ്രായത്തെ അറിയാത്തവരായ വ്യാസാദേ വ്യാസർ മുതലായവരാലും അത്ഭുത കർമ്മണ ആശ്ചര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവനായ കൃഷ്ണേന കൃഷ്ണനാലും ഇതിഹാസേ പൂർവകഥകൾ കൊണ്ട് പ്രബോധിത അഭി പ്രബോധിപ്പിക്കപ്പെട്ടുവെങ്കിലും പറഞ്ഞു കൊടുക്കപ്പെട്ടുവെങ്കിലും സുചാർപ്പിത ദുഃഖിതനായ യുധിഷ്ഠിരൻ ന അബുദ്ധ്യത ബോധിച്ചില്ല. അതായത് യുധിഷ്ഠിരൻ സമ്മതിച്ചില്ല, യുധിഷ്ഠിരന് അത് തലയിൽ കയറിയില്ല. അതായത് ഭഗവാൻ മധുരയിലേക്ക് പോകാൻ ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ആദ്യം കുന്തിദേവി സ്തുതികളെ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് പോകരുത്, കുറച്ച് നാൾ കൂടി താമസിക്കൂ എന്ന് പറഞ്ഞു. അതിനു മുന്നേ ഉത്തര രക്ഷിക്കൂ എന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ വീണ്ടും പുറപ്പെട്ട് രഥത്തിൽ കയറിയ ശ്രീകൃഷ്ണ ഭഗവാനോട് യുധിഷ്ഠിരൻ പോകരുത്, അവിടുന്ന് പോയാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല, ദുഃഖിതനായ എന്നെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ അവിടെയുണ്ടായിരുന്ന മഹർഷിമാർ വ്യാസർ മുതലായിട്ടുള്ള എല്ലാ മഹർഷിമാരും പൂർവകഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അനുസ്മരിപ്പിച്ചുകൊണ്ട് ഭഗവാന് പോയേ പറ്റൂ എന്ന് ഉപദേശിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനും അത്ഭുതകർമ്മണ അത്ഭുതങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും പ്രബോധിപ്പിച്ചു, അതായത് പറഞ്ഞു കൊടുത്ത് ഉത്ബോധിപ്പിച്ചു. അപ്പോൾ ഭഗവാന് പോയേ തീരൂ, എപ്പോഴും ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രബോധിപ്പിച്ചുവെങ്കിലും ദുഃഖിതനായ യുധിഷ്ഠിരന് ഇത് ബോധിച്ചില്ല. കൃഷ്ണൻ പോകരുത് എന്ന് തന്നെ ശാഠ്യം പിടിച്ചു. അതിൽ ഇവിടെ പറയുകയാണ് അത്ഭുത കർമ്മണ അത്ഭുതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ശ്രീകൃഷ്ണൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ യുധിഷ്ഠിരൻ സമ്മതിക്കും. യഥാർത്ഥമായി ഭഗവാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ധർമ്മപുത്രർക്ക് ഭീഷ്മരെ കൊണ്ടൊക്കെ ഉപദേശം നൽകി ഭീഷ്മരുടെ ദേഹത്യാഗത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച് പോകേണ്ടതാണ് ഭഗവാന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉദ്ദേശം പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മർ അങ്ങനെ യുധിഷ്ഠിരൻ കടുംപിടുത്തം പിടിച്ച് ഭഗവാൻ പോകരുത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ വീണത്. ഭഗവാൻ അറിയാം ഏത് എപ്പോൾ ചെയ്യണം. അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ അത്ഭുത കർമ്മണ എന്ന് പറഞ്ഞത്. അതായത് അത്ഭുതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആ ഭഗവാൻ കുരുക്ഷേത്രത്തിൽ പോയി ഭീഷ്മരെ കണ്ട്
യുധിഷ്ഠിരനുള്ള ഉപദേശം നൽകി. ഭീഷ്മർ ഭഗവാനെ സ്തുതിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഭഗവാന് ദ്വാരകയിലേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാൻ പറഞ്ഞിട്ട് പോലും യുധിഷ്ഠിരൻ കൂട്ടാക്കാഞ്ഞത്. ഭഗവാൻ വേണമെന്ന് കരുതിയാൽ എല്ലാം നടത്താം. യുദ്ധം വേണ്ടെന്ന് ഭഗവാൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എപ്പോഴോ യുദ്ധമൊക്കെ ഇല്ലാതാക്കാം. പക്ഷേ നടക്കേണ്ടതുപോലെ നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ യത്നിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ലോകരെ കാണിക്കുവാൻ വേണ്ടി സന്ധി പോവുക, ഉപദേശം നൽകുക എന്നൊക്കെ ചെയ്യുന്നു. അതാണ് ഭഗവാനെ അത്ഭുതകർമ്മണ എന്ന് പറഞ്ഞത്. പാണ്ഡവ യുദ്ധം നടക്കാതിരിക്കാൻ ഭഗവാനാണ് സന്ധി പോയത്. സന്ധി പോയി യുദ്ധത്തിലുള്ള തർക്കങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ കലാശിച്ചതുപോലെ ഇവിടെ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പോകാതെ ഇരിക്കാനുള്ള തോന്നൽ, പോകരുത് എന്ന് യുധിഷ്ഠിരനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ഭഗവാനെ സൂചിപ്പിക്കുകയാണ് അത്ഭുതകർമ്മണ എന്നുള്ളത്. എല്ലാം ഭഗവാന്റെ ഇച്ഛ, എല്ലാം ഭഗവാന്റെ അത്ഭുതകർമ്മം എന്ന് മനസ്സിലാക്കാനാണ് അപ്രകാരം ഇവിടെ സൂതൻ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വ്യാസാദ്യൈരീശ്വരേഹാജ്ഞേ കൃഷ്ണേനാത്ഭുതകർമ്മണ പ്രബോധിതോഭിഹിതിഹാസേ നാ ബുദ്ധ്യതസുചാർപ്പിത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽകൾ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.